സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണോ? ഒരു 5 മിനിറ്റ് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ ഒരു കേരള PSC പരീക്ഷ ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾക്ക് ഈ 2026 10th പ്രിലിംസ് ഉണ്ട്. അതുപോലെ വരാൻ പോകുന്ന 10th മെയിൻസ് എക്സാം, കമ്പനി ബോർഡ് LGS, ബീവറേജ് LD പോലുള്ള പരീക്ഷ, അതോടൊപ്പം തന്നെ VFA പോലുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 10th ലെവൽ പരീക്ഷകൾക്ക് LGS ഒഴിച്ച് ബാക്കി 10th ലെവൽ എല്ലാം ഒരേ സിലബസ് ആണ്. LGSനകത്ത് ഇംഗ്ലീഷും മലയാളവും കുറച്ച് നമ്മുടെ GK ഭാഗത്ത് കുറച്ച് മാറ്റങ്ങളുണ്ട്. എന്ന് വെച്ചാൽ LGSന് പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും LDCക്കും VFAക്കും നമുക്ക് വേണം. അപ്പൊ ഈ പരീക്ഷകളൊക്കെ നടക്കുന്ന ഘട്ടത്തില് കുറച്ച് ദിവസങ്ങളായിട്ട് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പെയ്ഡ് ബാച്ചുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നിലവിൽ എന്താണ് സ്ഥിതി? അപ്പൊ എല്ലാവരുടെയും അറിവിലേക്ക് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു വർഷം മുമ്പ് 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി ബോർഡ് LGSന് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഒരുപാട് നാളിങ്ങനെ നീണ്ടു നിൽക്കുന്ന ബാച്ച് ആയതുകൊണ്ട് വളരെ എഫക്റ്റീവായി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ആ ബാച്ച് മുന്നോട്ട് പോയി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നിലവിൽ ആ ബാച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രത്യേക മെന്റർഷിപ്പ് ബാച്ചാണ് നമ്മുടെ ബാച്ച് എന്ന് പറയാൻ കാരണം, പെയ്ഡ് ബാച്ചുകൾ നിങ്ങൾ ഒരുപാട് ചേർന്ന് പഠിക്കുന്നവരായിരിക്കും, നിങ്ങൾ ഒരുപാട് ആപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നവരായിരിക്കും, ഓഫ്ലൈൻ സെന്ററിൽ പോകുന്നവരായിരിക്കും. എങ്ങനെയാണെങ്കിലും കഴിഞ്ഞൊരു 4 വർഷമായിട്ട് ഞാനൊരു മെന്റർഷിപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നോക്കൂ, 2024 നമ്മൾ ഒരു LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം, ഒരുപക്ഷെ പുതിയ കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ 2 യൂട്യൂബ് ചാനലായിട്ട് നിരന്തരം വീഡിയോ കഴിഞ്ഞ 6 വർഷത്തിന് മുകളിലായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അവർക്കറിയാം നമ്മുടെ ചാനൽ ഒരു LGS ഫ്രണ്ട്ലി ചാനലാണ്. അതുകൊണ്ട് തന്നെ LGSന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ച ബാച്ചിൽ നിന്നും 500 പിള്ളേരുടെ ഒരു ബാച്ച് നിരന്തരം ഞങ്ങൾ ഒരു 4-5 മാസം ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു. ആ ഫുൾ ടൈം ക്ലാസ്സുകൾ മുഴുവൻ കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മെന്റർ അവരെ കൂടെ നിന്ന് പഠിപ്പിച്ചു. അങ്ങനെ അതിനകത്ത് നല്ലൊരു റിസൾട്ട്, 500 പേരുടെ ഒരു ബാച്ചിൽ നിന്നും 100 ചില്ലാണം ആളുകൾ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അവർക്കെല്ലാം നല്ല റാങ്ക് വാങ്ങിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിനകത്ത് ഒരു 10ഓളം ആളുകൾ ഇതിനോടകം ജോലിക്ക് കയറിയവരാണ്. ബാക്കിയുള്ളവർക്ക് ഇനിയും 2 വർഷം ലിസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ കയറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു LGS ബാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, ആ LGS ബാച്ചിലുള്ള പലരും സെക്കൻഡ് ബാച്ച് എന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരു കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്തി പോകാൻ പറ്റിയില്ല എങ്കിലും ഒരു 10-40% ആളുകൾ ഹാപ്പി ആയിട്ട് ആ ബാച്ചിൽ പഠിക്കുന്നുണ്ട്. നിലവിലെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിൽ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വന്ന പാലക്കാട് ജില്ലയിലെ റിസൾട്ട് നിങ്ങൾ എടുത്തു നോക്കുക. ആ റിസൾട്ടിൽ മാത്രം ഞങ്ങളുടെ ബാച്ചിൽ നിന്നും ഡെയിലി ക്ലാസ്സിൽ വരുന്ന 200 കുട്ടികൾ, ആ 200 കുട്ടികളിൽ നിന്നുമാട്ടോ ഞാൻ പറയുന്നത്, 3 പേര് പാലക്കാട് ജില്ലയിൽ, ആകെ ഒരു 10 പേരാണ് നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ പാലക്കാട് ജില്ലയിൽ സപ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടെ 6 പേരുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു 3 പേരുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തത് 12ാം റാങ്ക്, 14ാം റാങ്ക്, അതുപോലെ 74ാം റാങ്ക് ഒക്കെ വാങ്ങിയത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി പഠിക്കുന്ന 3 ഉദ്യോഗാർത്ഥികളാണ്. അവർക്കൊരു പക്ഷേ ഇവരെ കാണുമ്പോൾ അത് മനസ്സിലാവും, നിങ്ങൾക്ക് പുറമേയുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത്രയ്ക്കും പരിചയം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇരുന്ന് പഠിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. അപ്പൊ ആ കൂട്ടായ്മയിൽ സെക്കൻഡ് ബാച്ച് എന്ന രൂപത്തിലേക്ക് ഈ വരുന്ന മെയ് 10ാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ്. 25ാം റാങ്ക്, 31ാം റാങ്ക്, ഈ പറഞ്ഞ രാഹുലും ബിൻഷയും ഒക്കെ, ബിൻഷയൊക്കെ ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഗ്രൂപ്പിൽ വന്ന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിജോ ചേട്ടൻ വന്ന് സംസാരിച്ചു, സിജോ ചേട്ടൻ കയറി. ഒരുപാട് പേര് ഇപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായി പഠിക്കുന്ന ഷാനിഫയെ പോലുള്ള ആളുകളുണ്ട് ഫസ്റ്റ് ബാച്ചിൽ. അവരൊക്കെ നല്ല റാങ്ക് വാങ്ങിയവരാണ് LGSൽ. അതുപോലെ തന്നെ ഷഹീൻ പോലീസിലായിരുന്നു, ഇപ്പൊ ചെറിയൊരു മഞ്ഞപ്പിത്തം വന്നിട്ട് പോലീസിന് എന്ത് ചെയ്തു, അദ്ദേഹം ഇപ്പൊ തൽക്കാലം ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായി പഠിക്കുന്ന നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് ചേർന്ന് പഠിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ജോലി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു മെന്ററിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു കമ്പൈൻ സ്റ്റഡി മോഡിൽ പഠിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു അപ്ലിക്കേഷൻ അല്ല, ആദ്യമേ പറയാണ്, ഒരു ആപ്പിൽ കിട്ടുന്ന പലതും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളൊരു ആപ്പ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആപ്പിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു പുതിയ കുട്ടിയെ സംബന്ധിച്ച് ഒരു ആപ്ലിക്കേഷനിൽ പഠിക്കുന്ന പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടത്, 100% ആ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നൽകുന്ന ഒരു മെന്റർ ഫുൾ ടൈം എന്ന് വെച്ചാൽ 24 അവർ നിങ്ങളെ ഗ്രൂപ്പ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ബാച്ചാണ് നിലവിലുള്ളത്. അതിന്റെ കൂടെ നമ്മളിപ്പോൾ 10th പ്രിലിംസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ബാച്ചിനെ ഒന്ന് മാറ്റിമറിക്കുകയാണ്. എന്ന് വെച്ചാൽ മെയ് 10ാം തീയതി മുതൽ പ്രിലിംസിന്റെ എക്സാം എന്നാണോ അതുവരെ പ്രിലിംസിന് വേണ്ട മാത്രം കാര്യങ്ങൾ കൃത്യം 100 മാർക്ക്. ഇതുവരെ നമുക്കുണ്ടായ ഒരു പോരായ്മ മാത്സിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. നിങ്ങൾക്കറിയാം, LGSന്റെ മാത്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിൾ ആണ്. നമ്മൾ യൂട്യൂബിൽ മാത്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് പരമാവധി യൂട്യൂബിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് മാത്സ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതോടൊപ്പം ബാക്കി വരുന്ന 80 മാർക്ക് മെയിൻ എക്സാമിന്റെ കാര്യമാണ്, നമ്മൾ സെറ്റ് ആക്കുന്ന മെയിൻസ് വരെയുള്ള ബാച്ചാണ്. ആവശ്യമുള്ളവർക്ക് 10th പ്രിലിംസിന്റെ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്യാം. ഇനി അല്ല, 10th മെയിൻസ് എക്സാം എന്നാണോ അതുവരെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫീസ് അധികം തന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാച്ച് അതുവരെ ഉണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ചെയ്യും.
ഒരു മാസം ഒരു 85 രൂപയുടെ അടുത്താണ് നിങ്ങൾക്ക് ചിലവാകുക. നോക്കൂ, നിങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കിട്ടുന്നു, അതിന്റെ PDF നോട്ട് കിട്ടുന്നു, അത് റിവിഷൻ കിട്ടുന്നു, പരമാവധി എക്സാമുകൾ എഴുതി നോക്കാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ ഇതൊരു തുക തന്നെയാണ്, വലിയൊരു തുകയാണ് എനിക്കറിയാം. പക്ഷേ എന്നാലും റീചാർജ് ചെയ്യും ഒരു മാസം അല്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ യൂട്യൂബിൽ പിന്നെ കാണുന്നുണ്ടാവുക. ആ റീചാർജ് ചെയ്യുന്ന പൈസയൊക്കെ വെച്ച് നോക്കും, നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th പ്രിലിംസ് വരെ നോക്കൂ. 10th പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 4 വർഷത്തെ പ്രിലിംസിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും വിശകലനം ചെയ്തിട്ട് ഇപ്പോൾ കേരള ഹിസ്റ്ററിയുടെ 10 മാർക്ക് എങ്ങനെ വാങ്ങാം, അതിനകത്ത് SCERT, GK, റാങ്ക് ഫയൽ എല്ലാ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ട് ആവശ്യമുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, അതിന്റെ എക്സാം തരും. അതുപോലെ തന്നെ റിവിഷൻ ഞാൻ തന്നെയാണ്. മാക്സിമം 10 മണിക്കൂറൊക്കെ അവസാനത്തെ ഒരു മാസം എക്സാം എടുക്കുമ്പോൾ നമ്മൾ ടെലഗ്രാം ക്ലാസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ടെലഗ്രാം ത്രൂ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്, അതോടൊപ്പം ഒരു മെന്റർ വേണം, ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ ഒരു ടീം വേണം എന്നൊക്കെ തോന്നുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 10th പ്രിലിംസ് അല്ല, മെയിൻസ്, കമ്പനി ബോർഡ് LGS വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ റിസൾട്ട്, ആ റിസൾട്ടാണ് ഇനി അടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാം. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ ആളുകൾ, അമ്പിളി, വിപിൻ, ഇവരെയൊക്കെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അത്രയേറെ ബന്ധമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവരെയൊക്കെ പഠിപ്പിച്ചിട്ട് ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ട് അങ്ങനെ രൂപത്തിലാണ് നമ്മൾ പഠിപ്പിക്കാറ്. അപ്പൊ ഇതുപോലെ ഒരു റിസൾട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് ഉണ്ടാവണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു അടുത്ത ഒരു 500 പേരിലേക്ക് അല്ലെങ്കിൽ 250 പേരിലേക്ക് കൃഷ്ണകുമാറൊക്കെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ 1ാം റാങ്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായിരുന്നു കൃഷ്ണകുമാർ. അപ്പൊ ആ കൃഷ്ണകുമാർ ഈ കഴിഞ്ഞ ഒരു എക്സാമിനകത്ത് സംസ്ഥാന ലിസ്റ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. നമ്മുടെ ഗ്രൂപ്പിൽ ഇതുപോലെ പഠിച്ച ഒരുപാട് പേര് വലിയ വലിയ നേട്ടങ്ങളാണ് നേടിയത്. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ അടുത്തൊരു LGS നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന്, പരിമിതമായ സീറ്റുകൾ ഉണ്ടാവുക. മെയ് 10ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എപ്പോൾ വീഡിയോ കണ്ടാലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഇതൊരു മെയിൻ എക്സാം വരെയുള്ളതാണ്. പ്രിലിംസിന് ശേഷവും നമുക്ക് പഠിക്കണം. ആദ്യം നമ്മൾ 10th പ്രിലിംസിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കും ഒരു 50 ദിവസം. അതിനുശേഷം പ്രിലിംസ് നമുക്ക് കിട്ടുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, പരീക്ഷ കഴിഞ്ഞ ഉടനെ മെയിൻസിന് വേണ്ടി പഠിക്കുന്നു. അങ്ങനെ കമ്പനി ബോർഡ് LGS നേടും. നോക്കൂ മക്കളെ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് അതിനകത്ത് എത്തിപ്പെട്ടാൽ 1000-നുള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. അതോടൊപ്പം തന്നെ ബിവറേജ് LDക്ക് നിങ്ങൾക്ക് ഈ ബാച്ച് യൂസ്ഫുൾ ആണ്. ഇംഗ്ലീഷും മലയാളവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്ക് അത് വളരെ ഏറെ പ്രയോജനം ചെയ്യും. ആലോചിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഒരു മെന്ററായിട്ട് ഞാൻ ഉണ്ടാകും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല ക്ലാസ്സുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.